വെൽക്കം ടു ടുഡേയ്സ് സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സിലബസിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 5ാമത്തെ ചാപ്റ്ററിലാണ് പഠനം ആരംഭിച്ചത്. അങ്ങനെ 12 വരെ പോയി തിരിച്ച് 1, 2, 3 ഇത് അവസാനത്തെ ചാപ്റ്ററാണ്. പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നതിലെ വിവിധ ഘട്ടങ്ങൾ, സ്റ്റേജസ് ഓർ സ്റ്റെപ്സ്, ഫേസസ് എന്നൊക്കെ പറയാം. അതാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോഗ്രാമിങ്ങിന് 7 സ്റ്റെപ്സുകളാണ്. സ്റ്റെപ്സ് ഇൻ ഡെവലപ്പിംഗ് എ പ്രോഗ്രാം. ദർ ആർ 7 സ്റ്റെപ്സ്. 7 സ്റ്റെപ്പുകളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്, or otherwise called phases. Let us see them one by one. പലപ്പോഴും പരീക്ഷയ്ക്ക് ഇത് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്, സ്റ്റെപ്സ് അതിൻ്റെ സീക്വൻസിൽ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. എന്തിനു വേണ്ടിയാണ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയെടുക്കുക. പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ ഇതൊരു പ്രോബ്ലം അല്ല. കാരണം പരീക്ഷയ്ക്ക് ഇന്ന ആവശ്യത്തിനാണ് പ്രോഗ്രാം എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. ഒരു സ്ഥലത്ത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറഞ്ഞാൽ അത് എന്തിനാണ് അവിടെ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ദാറ്റ് സ്റ്റേജ് ഈസ് കോൾഡ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. ഒരു പ്രോബ്ലത്തിലെ ഇൻപുട്ടും ഔട്ട്പുട്ടും പ്രോസസ്സും ഒക്കെ എന്താണെന്ന് കണ്ടെത്തുന്നത് ഈ സ്റ്റേജിലാണ്. രണ്ടാമത്തേത് പ്രിപ്പറേഷൻ ഓഫ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. അൽഗോരിതവും അതുപോലെ തന്നെ ഫ്ലോ ചാർട്ടുകളും തയ്യാറാക്കുക. അൽഗോരിതം എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറയുന്ന ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. അൽഗോരിതത്തിന്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഫ്ലോ ചാർട്ട് എന്ന് അറിയപ്പെടുന്നത്. പ്രോഗ്രാമിംഗിലെ വിവിധ ഘട്ടങ്ങളാണ് പറഞ്ഞതിൽ ആദ്യത്തെ 2 പറഞ്ഞു നിർത്തിയത്. ഒന്നാമത്തേത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, രണ്ടാമത്തേത് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. തേർഡ് ഈസ് കോഡിംഗ്. കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ പ്രോഗ്രാമുകൾ തയ്യാറാക്കുക. പ്രിപ്പയറിംഗ് ദ ആക്ച്വൽ പ്രോഗ്രാം യൂസിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥ പ്രോഗ്രാം തയ്യാറാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോഡിംഗ്. അപ്പോൾ നമ്മൾ കോഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ചത് C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ദെൻ സ്റ്റെപ്പ് നമ്പർ 4 ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന പ്രോഗ്രാമുകൾ കോഡിംഗ് നടത്തുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിലാണ്. പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് ഹൈ ലെവൽ ലാംഗ്വേജുകൾ, അതുപോലെ അസംബ്ലി ലാംഗ്വേജുകൾ, അതുപോലെ മെഷീൻ ലാംഗ്വേജ്, ഇത് 3 അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ മെഷീൻ ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള സംഗതിയാണ്. അതുപോലെ തന്നെയാണ് അസംബ്ലി ലാംഗ്വേജിൽ. അപ്പൊ ഇന്നത്തെ കാലത്ത് ആളുകൾ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നത് മുഴുവനും ഹൈ ലെവൽ ലാംഗ്വേജിലാണ്. അത്തരം പ്രോഗ്രാമുകളെ നേരിട്ട് മനസ്സിലാക്കാൻ കമ്പ്യൂട്ടറിന് സാധ്യമല്ല. ഇറ്റ് മസ്റ്റ് ബി കൺവേർട്ടഡ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. അങ്ങനെ ഹൈ ലെവൽ ലാംഗ്വേജുകളെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന പേരാണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ലാംഗ്വേജ് പ്രോസസ്സറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ കമ്പൈലർ ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർപ്രറ്റർ ഉണ്ട്. കമ്പൈലർ ആൻഡ് ഇന്റർപ്രറ്റേഴ്സ് ആർ അവൈലബിൾ. 2 തരം സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. ഒന്ന് കമ്പൈലർ, രണ്ടാമത്തത് ഇന്റർപ്രറ്റർ. ദെൻ ആഫ്റ്റർ ട്രാൻസ്ലേഷൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡീബഗ്ഗിംഗ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീബഗ്ഗിംഗ് ആണ്. ഡീബഗ്ഗിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന എറേഴ്സ്, ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ് ഇൻ എ പ്രോഗ്രാം.
ഒരു പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന എറേഴ്സിനെ കണ്ടെത്തി തിരുത്തുക, അതിനെ വിളിക്കുന്ന പേരാണ് ഡീബഗ്ഗിങ്. ഓക്കെ, ഒരു പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കുന്നു, ആ പ്രോഗ്രാം ഉണ്ടാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റൺ ചെയ്യുന്ന സമയത്തോ ഒക്കെ ചിലപ്പോൾ എറേഴ്സ് കാണാം. അങ്ങനെയുള്ള എറേഴ്സിനെ കണ്ടെത്തി തിരുത്തുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീബഗ്ഗിങ്. ഓക്കെ, നമുക്ക് വിവിധ തരം എറേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന എറേഴ്സിനെ വിളിക്കുന്ന പേരാണ് ബഗ്സ്. ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലുണ്ടാകുന്ന എറേഴ്സിനെ പറയുന്ന പേരാണ് ബഗ്, എറേഴ്സ് ഇൻ എ പ്രോഗ്രാം. ഓക്കെ, 3 തരം എററുകളാണ് ഒരു പ്രോഗ്രാമിൽ വരാൻ സാധ്യതയുള്ളത്. ഒന്ന് സിൻടാക്സ് എറർ, 2 ലോജിക്കൽ എറർ, 3 റൺ ടൈം എറർ. ഇങ്ങനെ 3 തരം എററുകളാണ് ഒരു പ്രോഗ്രാമിൽ നോർമൽ ആയിട്ട് വരാൻ സാധ്യതയുള്ള എററുകൾ. ഓക്കെ, 3 ടൈപ്പ്: സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, അതുപോലെ തന്നെ റൺ ടൈം എറർ. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ആദ്യം നോക്കാം. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ റൂള് തെറ്റിക്കുമ്പോൾ ഉണ്ടാവുന്ന എററാണ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഒരു റൂൾ ഉണ്ടാവും, ആ റൂൾ തെറ്റിച്ചാൽ ഉണ്ടാകുന്ന എററാണ് സിൻടാക്സ് എറർ. ഓക്കെ ഓക്കെ വയലേറ്റിംഗ് റൂൾസ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നിങ്ങളിപ്പോൾ ഇത് എഴുതി സമയം കളയണ്ട, ജസ്റ്റ് ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി. ഞാനിതിന്റെ PDF ഒക്കെ തരാം. വയലേറ്റിംഗ് റൂൾസ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉണ്ടാകുന്ന റൂൾസ് വയലേറ്റ് ചെയ്യുക. ഒരു ഉദാഹരണത്തിന് C++ നമുക്കറിയാം, എല്ലാ കമാൻഡിന്റെ അവസാനം ഒരു സെമിക്കോളം വേണം. ആ സെമിക്കോളം ഇട്ടിട്ടില്ലെങ്കിൽ അതൊരു എററാണ്, അത് സിൻടാക്സ് എററാണ്. ഓക്കെ, മിസ്സിംഗ് സെമിക്കോളൻ ഒരു എക്സാമ്പിൾ ആണ്. മിസ്സിംഗ് സെമിക്കോളൻ ഇതൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എറേഴ്സും അതിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ എഴുതാനായിട്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ അതാ ഒന്നാമത്തെ എറർ, സിൻടാക്സ് എറർ. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ റൂൾസ് വയലേറ്റ് ചെയ്യുക, അത് തെറ്റിപ്പോവുക. അപ്പൊ ഉണ്ടാവുന്ന എററിനെ വിളിക്കുന്ന പേരാണ് സിൻടാക്സ് എറർ. അത് കമ്പൈലർ തന്നെ കാണിച്ചു തരും. നമ്മൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ എറർ കാണിച്ചു തരും. നമ്മൾ കണ്ട് തിരിച്ചാൽ മതി. ഇത്രാമത്തെ വരിയിൽ ഇന്ന പ്രശ്നം ഉണ്ടെന്ന് കാണിച്ചു തരും. നമ്മൾ പ്രോഗ്രാം ഒക്കെ ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടല്ലോ. Then let us see the second type of error. രണ്ടാമത്തത് ലോജിക്കൽ എറർ ആണ്. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് പ്രോഗ്രാമിന് എറേഴ്സ് ഒന്നും ഉണ്ടാവില്ല. കമ്പ്യൂട്ടർ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കും, പിന്നെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും, റിസൾട്ടും തരും. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് അല്ല വരിക. ഒരു ഉദാഹരണത്തിന് നമ്മള് പിന്നെ 2 സംഖ്യ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയതാണ്. 5ഉം 3 ആണ് കൊടുത്തത്. 5ഉം 3ഉം കൊടുക്കുമ്പോൾ 8 റിസൾട്ട് കിട്ടുന്നത്, പക്ഷെ ആ 8ന് പകരം 15 കിട്ടുന്നു. അത് ലോജിക്കൽ എറർ ആണ്. അത്തരം എറേഴ്സിനെ പറയുന്ന പേരാണ് ലോജിക്കൽ എറർ. ഓക്കെ, സോ പ്രോഗ്രാം ഗീവ്സ് റോങ് റിസൾട്ട്. പ്രോഗ്രാം ഗീവ്സ് റോങ് റിസൾട്ട്, തെറ്റായിട്ടുള്ള റിസൾട്ട് തരിക. വേറെ കുഴപ്പമൊന്നുമില്ല, പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാം റിസൾട്ട് തരുന്നുണ്ട്, പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് തെറ്റായിട്ടുള്ള റിസൾട്ടാണ് കിട്ടണേ. അതിന് പറയുന്ന പേരാണ് ലോജിക്കൽ എറർ. അത് നമ്മൾ പ്രോഗ്രാം ചെയ്തതിലുള്ള ചില പാളിച്ചകൾ കൊണ്ടുണ്ടാവുന്നതാണ്. ഒരു ഉദാഹരണത്തിന് യൂസിങ് സ്റ്റാർ ഇൻസ്റ്റെഡ് ഓഫ് പ്ലസ്. 2 നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് ആണ് ഉപയോഗിക്കേണ്ടത്. ആ പ്ലസ് ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമ്മൾ പ്രോഗ്രാമിൽ അറിയാണ്ട് സ്റ്റാർ ഉപയോഗിച്ചു. സ്റ്റാർ ഉപയോഗിച്ച് എന്താണ്ടാവും നമുക്കറിയാലോ. പ്ലസ് ഉപയോഗിക്കുമ്പോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർ ഉപയോഗിക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 5ഉം 3ഉം കൂട്ടാനുള്ള പ്രോഗ്രാം ആയിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അറിയാണ്ട് പ്ലസിന്റെ സ്ഥാനത്ത് സ്റ്റാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വരും. പക്ഷെ 8 എന്ന് പറയുന്നതിന് പകരം 15 എന്നുള്ള റിസൾട്ട് ആണ് വരിക. അത്തരം എറേഴ്സിനെ വിളിക്കുന്ന പേരാണ് ലോജിക്കൽ എറർ. പ്രോഗ്രാം പ്രവർത്തിപ്പിച്ച് നോക്കിയാലേ നമുക്ക് ആ എറേഴ്സ് അറിയാൻ പറ്റുള്ളൂ. സിൻടാക്സ് എറർ അറിയണമെങ്കിൽ പ്രവർത്തിപ്പിച്ച് നോക്കേണ്ട ആവശ്യമില്ല, പ്രവർത്തിപ്പിച്ച് നോക്കാൻ പറ്റില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാവുന്ന എററാണ് സിൻടാക്സ് എറർ. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം പ്രവർത്തിപ്പിച്ച് നോക്കിയാൽ മാത്രമേ അത്തരം എറേഴ്സിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത് ഒരു ടൈപ്പ് എററും കൂടി ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് റൺ ടൈം എറർ. റൺ ടൈം എറേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം നേരെ അങ്ങ് സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇറ്റ് ഇന്ററപ്റ്റ്സ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനോട് തടസ്സപ്പെടുത്തും. ആ പ്രോഗ്രാമിൽ പിന്നെ വർക്ക് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ആ പ്രോഗ്രാമിൽ തടസ്സപ്പെടുത്തും. അത്തരം എറേഴ്സിനെ വിളിക്കുന്ന പേരാണ് റൺ ടൈം എറർ. ഫോർ എക്സാമ്പിൾ പറയാം, നമ്മൾ ഡിവൈഡ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ഡിവിഷൻ ബൈ 0 വരാം. ഡിവിഷൻ ബൈ 0 വന്നാൽ അത് റൺ ടൈം എററാണ്. കാരണം 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നമുക്കെന്ന പോലെ കമ്പ്യൂട്ടറിനും പോസിബിൾ അല്ല. അപ്പൊ എറേഴ്സിന്റെ കാര്യത്തിൽ 3 തരം എറേഴ്സിന്റെ പേരും അതിനൊരു എക്സാമ്പിളും പഠിച്ചു വെച്ചിരിക്കണം. ഞാൻ തരുന്ന നോട്ടിലുണ്ടത്. സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, അതുപോലെ തന്നെ പിന്നെ മൂന്നാമത്തത് റൺ ടൈം എറർ. 3 തരം എറേഴ്സ് ആണ് പ്രോഗ്രാമിൽ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് പ്രോഗ്രാമിംഗിന്റെ സ്റ്റെപ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഓഫ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്,
മൂന്നാമത്തെ സ്റ്റെപ്പ് കോഡിങ്, നാലാമത്തെ സ്റ്റെപ്പ് ട്രാൻസ്ലേഷൻ, അഞ്ചാമത്തെ സ്റ്റെപ്പ് ഡീബഗിങ്. ഡീബഗിങ്ങിനെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ടൈപ്സ് ഓഫ് എറേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. എന്താണ് ഡീബഗിങ്, എന്താണ് ബഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എറേഴ്സിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, നൗ വി വിൽ സീ അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിംഗിലെ അടുത്ത സ്റ്റെപ്പ് നമുക്കൊന്ന് കാണാം. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്രോഗ്രാമിംഗ് ഈസ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. ആറാമത്തത് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. പ്രോഗ്രാമിനെ പ്രവർത്തിപ്പിച്ച് പരിശോധിക്കണം. ഞാൻ നേരത്തെ രണ്ടുതരം എറേഴ്സിനെ പറ്റി പറഞ്ഞില്ലേ ഡീബഗിങ്ങില്. സിന്റാക്സ് എററും പറഞ്ഞു, ലോജിക്കൽ എററും പറഞ്ഞു, രണ്ടല്ല മൂന്ന് തരം എറേഴ്സിനെ പറ്റി പറഞ്ഞു, റൺ ടൈം എററും പറഞ്ഞു. അതിന്റെ സിന്റാക്സ് എറർ മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടെത്താൻ പറ്റുള്ളൂ. ലോജിക്കൽ എററും അതുപോലെ തന്നെ റൺ ടൈം എററും കണ്ടെത്തണമെങ്കിൽ പ്രോഗ്രാമിനെ പ്രവർത്തിപ്പിച്ച് നോക്കണം. സോ എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഇസ് ദ ഫേസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ലോജിക്കൽ ആൻഡ് റൺ ടൈം എറേഴ്സ്. ഒരു പ്രോഗ്രാമില് ലോജിക്കൽ എറർ ഉണ്ടോ റൺ ടൈം എറർ ഉണ്ടോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് നിർബന്ധമാണ്. നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ പ്രവർത്തിപ്പിച്ച് റിസൾട്ട് കറക്റ്റ് ആയിട്ടാണോ വരുന്നത് എന്ന് ഒത്തു നോക്കേണ്ടതുണ്ട്. ഓക്കെ, ആൻഡ് ദ ഫേസ് ഈസ് ഡോക്യുമെന്റേഷൻ. അവസാനത്തെ ഫേസ് ഡോക്യുമെന്റേഷൻ ആണ്. സാധാരണ നമ്മൾ പ്രോഗ്രാമുകളൊക്കെ നടത്തുമ്പോൾ ഡോക്യുമെന്റേഷൻ വേണമെന്ന് പറയും. നമ്മൾ സാധാരണ പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ പറയാറുണ്ട് ഡോക്യുമെന്റേഷൻ വേണം. ഇപ്പൊ സ്കൂളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി, ഒരു കലോത്സവം നടക്കുകയാണ് അല്ലെങ്കിൽ സ്പോർട്സ് നടക്കുക, അതിനൊക്കെ ഡോക്യുമെന്റേഷൻ ഉണ്ടാവും. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നടന്ന എല്ലാ ആക്ടിവിറ്റീസ് അതിനുള്ളിൽ ഉണ്ടാവും. എന്തൊക്കെ പ്രോഗ്രാം നടന്നു, ഏതൊക്കെ സമയത്ത് നടന്നു, ആർക്കാണ് ഫസ്റ്റ് കിട്ടിയത്, ആരാണ് സെക്കൻഡ്, ആരാണ് ജഡ്ജ് ചെയ്തത്, ഇങ്ങനെയുള്ള എവറിത്തിങ് അബൌട്ട് ദാറ്റ് പ്രോഗ്രാം വിൽ ബി ഡോക്യുമെന്റഡ് ഇൻ റിട്ടൺ ഫോം. റിട്ടൺ ഫോമിൽ അത് മുഴുവനായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത്തരം ഒരു ഡോക്യുമെന്റ് അതിനെ വിളിക്കുന്ന പേര്, അങ്ങനത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് ഡോക്യുമെന്റേഷൻ. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിശദമായ ഡോക്യുമെന്റ് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഓക്കെ, ഡോക്യുമെന്റേഷൻ ഹെൽപ്സ് അതേഴ്സ് ടു റിസോൾവ് എറേഴ്സ് ഇൻ അവർ പ്രോഗ്രാം. ഞാൻ ഉണ്ടാക്കിയ പ്രോഗ്രാമിലെ എറർ എന്താണെന്ന് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ അപ്പോൾ അതിന് ഡോക്യുമെന്റേഷൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ, documentation helps in detecting and correcting errors by others. മറ്റുള്ളവർക്ക് നമ്മുടെ പ്രോഗ്രാമിലെ തെറ്റുകൾ കണ്ടെത്താനും തിരുത്താനൊക്കെ നമ്മൾ എളുപ്പത്തിൽ സഹായിക്കാനുള്ള ഒരു ടൂളാണ് ഡോക്യുമെന്റേഷൻ. ഓക്കെ, ഡോക്യുമെന്റേഷനെ കുറിച്ച് പറയുമ്പോഴും രണ്ട് തരം ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഒന്ന് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ, രണ്ട് എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ. ഇന്റേണൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിനകത്ത് തന്നെ ഇതിന്റെ കാര്യങ്ങൾ പ്രോഗ്രാമിനകത്ത് തന്നെ വിത്തിൻ പ്രോഗ്രാമിനകത്ത് തന്നെ ഡോക്യുമെന്റേഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയാം. വിത്തിൻ പ്രോഗ്രാം യൂസിങ് കമന്റ്സ്. കമന്റ് എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. C++ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് സിംഗിൾ ലൈൻ കമന്റും മൾട്ടി ലൈൻ കമന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കമന്റുകൾ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാമിനകത്ത് തന്നെ ഡോക്യുമെന്റേഷന്റെ കാര്യങ്ങൾ ചേർക്കുക. അതിനെ ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്നും, ഒരു അഡീഷണൽ ഡോക്യുമെന്റിൽ നമ്മൾ ഇത് തയ്യാറാക്കുകയാണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയും. ഓക്കെ, ഒരു അഡീഷണൽ ഡോക്യുമെന്റ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്നും, നമ്മുടെ പ്രോഗ്രാമിനകത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്നും പറയും. ഓക്കെ, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ. അങ്ങനെ രണ്ട് തരം ഡോക്യുമെന്റേഷൻ ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, now we will see how to prepare algorithm. അൽഗോരിതംസ് എങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കാം. ഹൗ ടു പ്രിപ്പയർ അൽഗോരിതംസ്. എന്താണ് അൽഗോരിതം, എങ്ങനെയാണ് അൽഗോരിതം ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അൽഗോരിതം ഫ്ലോ ചാർട്ടും കൂടി ഉണ്ടാക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, സോ ലെറ്റ് us see what is an algorithm and how to prepare an algorithm. ഒരു അൽഗോരിതം എങ്ങനെ ഉണ്ടാക്കുക എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം സോൾവ് ചെയ്യുന്നതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, algorithm is a set of instruction written to solve a problem. A set of instructions. A set of instructions written to solve a problem.
ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസിനെ പറയുന്ന പേരാണ് അൽഗോരിതം. ഓക്കെ, അൽഗോരിതങ്ങൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻപുട്ടിലൂടെയാണ്. ബിഗിൻസ് വിത്ത് ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻസ്. ഒരു അൽഗോരിതത്തിൽ നമ്മൾ എപ്പോഴും ഏറ്റവും ആദ്യം ഉണ്ടാവുക ഇൻപുട്ടിന്റെ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇപ്പൊ 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമിന്റെ അൽഗോരിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വരിക ആ 2 നമ്പർ ഇൻപുട്ട് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളാണ്. ഐ വിൽ ഷോ യു എക്സാമ്പിൾസ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒരു അൽഗോരിതം ഉണ്ടാക്കുന്ന സമയത്ത് അതിലെ ഓരോ ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ വേരിയബിൾസ് ഉപയോഗിക്കും. ഓക്കെ, യൂസ് വേരിയബിൾസ് ടു റെഫർ ഡേറ്റ. ഡേറ്റ റെഫർ ചെയ്യാനായിട്ട് നമ്മൾ ഓരോ വേരിയബിൾസിന്റെ പേര് എ എന്നോ ബി എന്നോ സി എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇൻസ്ട്രക്ഷൻസ് വളരെ ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. ഓൾ ഇൻസ്ട്രക്ഷൻസ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് പ്രിസൈസ്. എല്ലാ നിർദ്ദേശങ്ങളും, കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം, വളരെ പ്രിസൈസ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം വെച്ച് കഴിഞ്ഞാൽ ഷുഡ് ബി ഏബിൾ ടു ക്യാരിഡ് ഔട്ട് യൂസിങ് പെൻ ആൻഡ് പേപ്പർ. നമ്മളൊരു പെന്നും പേപ്പറും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതാൻ പാടില്ല അൽഗോരിതത്തിൽ. ഞാനിപ്പോ A+B എന്ന് പറയാണ്, നമുക്കൊരു പെന്നും പെൻസിലും ഉപയോഗിച്ച് ചെയ്യാലോ. A-B എന്ന് പറഞ്ഞാൽ ഒരു പെന്നോ പേപ്പറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പെന്നും പേപ്പറും ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അൽഗോരിതത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു ഡെസ്ക് ഉണ്ട് ഇവിടെ, ആ ഡെസ്ക് ഒരു 5 മീറ്റർ അങ്ങോട്ട് നീക്കണം എന്ന് അൽഗോരിതത്തിൽ നിർദ്ദേശിച്ചിട്ട് കാര്യമില്ല. അത് പേപ്പറും പെന്നും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, അതൊരു മെക്കാനിക്കൽ വർക്കാണ്. അങ്ങനത്തെ കാര്യങ്ങൾക്ക് അൽഗോരിതം ഇതിൽ കാര്യമില്ല. ഓക്കെ, നമ്മുടെ ഡൈനിങ് ഹാളിലുള്ള ഒരു ടേബിള് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്യാം. ഡൈനിങ് ഹാളിലുള്ള ടേബിൾ എടുത്തിട്ട് അടുക്കളയിൽ കൊണ്ടുവരണം, അതിന് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. അത്ര നിർദ്ദേശം കൊടുക്കാൻ പാടില്ല. കൊടുക്കുന്ന നിർദ്ദേശം എങ്ങനെയായിരിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു പെന്നും പേപ്പറും എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെൻസിലും പേപ്പറും എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണോ അതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ടൈം മസ്റ്റ് ബി ഫൈനൈറ്റ്. നമ്മൾ ആ അൽഗോരിതം ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ചിലവാക്കേണ്ട സമയം, അത് ഒരു കൃത്യമായിട്ടൊരു സമയം നമുക്ക് പറയാൻ പറ്റും. അതായത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള അൽഗോരിതം അവസാനിക്കാത്ത അൽഗോരിതം ആവരുത്. അൽഗോരിതം എപ്പോഴും സ്റ്റോപ്പ് ആവാം. ഡിസൈഡ് റിസൾട്ട് കിട്ടുമ്പോൾ അത് സ്റ്റോപ്പ് ആവാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഈസ് ഡിസൈഡ് റിസൾട്ട് മസ്റ്റ് ബി ഒബ്റ്റെയിൻഡ്. നമ്മൾ എന്ത് റിസൾട്ട് ആണോ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടിയിരിക്കണം. ഓക്കെ, 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു അൽഗോരിതം ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ അൽഗോരിതം നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടേണ്ടതുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ. ഇപ്പോ ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻസ് വെച്ച് തുടങ്ങണം, പിന്നെ ഓരോ വേരിയബിളിനെയും ഉപയോഗിക്കണം, പിന്നെ ഇൻസ്ട്രക്ഷൻസ് വളരെ പ്രിസൈസ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ പേപ്പറും പെൻസിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സൗണ്ടിന് എന്തോ ഒരു പ്രോബ്ലം വരാൻ പാടുള്ളൂ. ടൈം മസ്റ്റ് ബി ഫൈനൈറ്റ്. ടൈം ഫൈനൈറ്റ് ആയിരിക്കണം. And the desired result must be obtained. Sir, sound clear on. Result നമ്മൾ കിട്ടുന്നു. കേൾക്കുന്നില്ലേ? എന്താ ഷബീബ് എന്താ പറഞ്ഞേ? അല്ല, സൗണ്ട് ക്ലിയർ ആവുന്നില്ല, എന്തോ സ്റ്റക്ക് ആയി പോലെ സർ. എന്താ പറഞ്ഞേ ഷബീബ്? എക്കോ വരുന്നുണ്ട് സാർ. ഇനി ഉണ്ടാവാൻ സാധ്യത കേട്ടോ. Yes. So now let us see how to write algorithms. നമ്മൾ എങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള അൽഗോരിതങ്ങൾ എഴുതാം. ഒരുപാട് അൽഗോരിതങ്ങളൊന്നും ഈ പരീക്ഷയ്ക്ക് ചോദിക്കൂല. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള 1-2 അൽഗോരിതങ്ങൾ ഈ എക്സാമിന് വേണ്ടിയിട്ടൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഒരു അൽഗോരിതം എഴുതുന്ന രീതിയും അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് അൽഗോരിതത്തിൽ പരിചയപ്പെടാം. So we are going to write an algorithm to find sum and average of 3 numbers. 3 നമ്പേഴ്സിന്റെ സമ്മും ആവറേജും കാണാം. ഇതാണ് നമ്മുടെ അൽഗോരിതം. അതിനുള്ള അൽഗോരിതം ഉണ്ടാക്കാൻ പോകാം. ഓക്കെ, 3 സംഖ്യകളുടെ സമ്മും ആവറേജും കാണാം. സോ അൽഗോരിതം എഴുതുന്ന സമയത്ത് എപ്പോഴും ആദ്യം തന്നെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട്, സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എപ്പോഴും സ്റ്റാർട്ടാണ് എഴുതുന്നത്. എവറി അൽഗോരിതം മസ്റ്റ് begin with start instruction and end with stop instruction. തുടക്കത്തിൽ സ്റ്റാർട്ട് ഉണ്ടായിരിക്കണം, സ്റ്റോപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, സ്റ്റെപ്പ് 2. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അന്വയിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് അൽഗോരിതം തുടങ്ങുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻസ് ഫോർ ഇൻപുട്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ എത്ര ഇൻപുട്ട് ഉണ്ടാവും ഈ പ്രോബ്ലത്തിന്? 3 നമ്പറിന്റെ ആവറേജ് കാണണമെങ്കിൽ
നമുക്ക് 3 നമ്പേഴ്സ് കിട്ടണം. നല്ല ആവറേജ് കാണാൻ കഴിയുള്ളൂ. സോ ദർ ആർ 3 ഇൻപുട്സ്. ഓക്കെ, 2 സംഖ്യകളുടെ സമ്മാണ് കാണാൻ പറഞ്ഞെങ്കിൽ 2 ഇൻപുട്ട് ഉണ്ടാവും. അപ്പൊ നമ്മളോട് കാണാൻ പറഞ്ഞത് 2 സംഖ്യകളുടെ സമ്മാണെങ്കിൽ അവിടെ 2 ഇൻപുട്ടേ വരുള്ളൂ. 3 സംഖ്യകളുടെ വലിയ നമ്പർ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്നത് 3 ഇൻപുട്ടാണ്. ഇപ്പൊ ഈ പ്രോബ്ലത്തിന് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് എന്ന് പറയുന്നത് 3 ഇൻപുട്ട് ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ ഇൻപുട്ട് റിസീവ് ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് വരുന്നത് ഇൻപുട്ട് എ കോമ ബി കോമ സി. നമ്മൾ നേരത്തെ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇതിനകത്ത് വേരിയബിൾസിന് പേര് ഉപയോഗിക്കണം അല്ലെ, അവൈലബിൾ ആവുന്ന ഡാറ്റയ്ക്കൊക്കെ പേര് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഞാനിപ്പോൾ ഉപയോഗിച്ച പേര് എ ബി സി എന്ന 3 പേരുകളാണ്. നിങ്ങൾക്ക് എക്സ് വൈ സെഡ് എന്ന് ഉപയോഗിക്കാം, N1 N2 N3 എന്ന് ഉപയോഗിക്കാം, എങ്ങനത്തെ പേര് വേണമെങ്കിലും കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പില് ഈ 3 നമ്പറിനെ കൂടി ആഡ് ചെയ്യാൻ പോവാണ്. S is equal to A plus B plus C. ഇതിന് വേറെ ഫോർമാറ്റും കാര്യങ്ങളൊന്നും നോക്കണ്ട, നമുക്കറിയാവുന്ന രൂപത്തിൽ അങ്ങനെ എഴുതി വെച്ചാൽ മതി. S is equal to A plus B plus C. സെമിക്കോളിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. സി പ്ലസിന്റെ പോലെ ആയതിന് വേരിയബിളിനെ ഡിഫൈൻ ചെയ്യേണ്ട. അതൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ്. അൽഗോരിതം എഴുതുന്ന സമയത്ത് ജസ്റ്റ് ആ സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സ്റ്റെപ്പ് 4. അപ്പോ സമ്മ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പില് ആവറേജ് കാണാൻ പോവാണ്. AVG is equal to S by 3. എസിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ആവറേജ് കിട്ടി. ഇനി ആ ആവറേജിന് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യാം. ഓക്കെ, പ്രിന്റ് സം S, AVG. ആ സമ്മിനെയും ആവറേജിനെയും ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറയും. ദെൻ 6th സ്റ്റെപ്പ് സ്റ്റോപ്പ്. ഇത്രയുമാണ് ഒരു അൽഗോരിതം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ അൽഗോരിതം സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. 3 നമ്പറുകളുടെ സമ്മും ആവറേജും, അതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ള 3 നമ്പർ, അതിന്റെ സമ്മ്, അതിന്റെ ആവറേജ്. ഓക്കെ, നമുക്ക് മറ്റൊരു അൽഗോരിതം കൂടി ഡിസ്കസ് ചെയ്യാം. വേറൊരു അൽഗോരിതം നമുക്ക് പറയാം, സെക്കൻഡ് അൽഗോരിതം. രണ്ടാമത്തെ അൽഗോരിതം ഞാൻ പറയാൻ പോകുന്നത് ഫൈൻഡ് മൊമെന്റം. നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും മൊമെന്റം. ഫൈൻഡ് മൊമെന്റം യൂസിങ് P is equal to mv. P is equal to mv എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൊമെന്റം കണ്ടുപിടിക്കണം. P is equal to mv. M for mass and V for velocity. മാസും വെലോസിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൊമെന്റം കണ്ടുപിടിക്കണം. അതിനുള്ള അൽഗോരിതം എഴുതുന്നത്. അപ്പൊ ഏത് അൽഗോരിതം ചോദിച്ചാലും ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഉറപ്പിച്ചെഴുതാം. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2 അതിന് വേണ്ട ഇൻപുട്ടുകളാണ്. ഇവിടെ എന്തൊക്കെ ഇൻപുട്ട് വേണ്ടത് ഈ അൽഗോരിതത്തിന്? നമുക്ക് കാണേണ്ടത് P ആണ്. P കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടണം? മാസ് എമ്മും കിട്ടണം, വെലോസിറ്റി വിയും കിട്ടണം. ഓക്കെ, സോ 2 ഇൻപുട്ടാണ് ഇവിടെ വരിക. ഒന്ന് ഇൻപുട്ട് എം കോമ, രണ്ടാമത്തത് ബി. ഇൻപുട്ട് എം കോമ ബി, മാസ് ആൻഡ് വെലോസിറ്റി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഈ മാസിന്റെയും വെലോസിറ്റിനെയും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊമെന്റം കിട്ടി അല്ലെ. P is equal to m into v. P is equal to m into v. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. ഡിസ്പ്ലേ അല്ലെങ്കിൽ പ്രിന്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, രണ്ട് വാക്കാലും കുഴപ്പമില്ല. തൊട്ട് മുമ്പ് നൽകുന്നത് ഞാൻ പ്രിന്റ് എന്നാണ് ഉപയോഗിച്ചത്. ഇവിടെ ഞാൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു. അതിന്റെ വേറൊന്നും പ്രശ്നമില്ല. ഡിസ്പ്ലേ അല്ലെങ്കിൽ ഷോ, അതുപോലെ പ്രിന്റ്, ആ ഒരു സെൻസ് കിട്ടിയാൽ മതി, ഔട്ട്പുട്ടിന്റെ സെൻസ് കിട്ടിയാൽ മതി. ദെൻ നമ്പർ 5 സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ അൽഗോരിതം, അൽഗോരിതം ടു ഫൈൻഡ് മൊമെന്റം. ഓക്കെ, നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഒരു അൽഗോരിതം പറഞ്ഞുള്ളൂ, ഞാൻ ഒരെണ്ണം കൂടി എക്സ്ട്രാ പറഞ്ഞതാണ്. ഒന്നല്ല, 2 അൽഗോരിതം പറഞ്ഞത്, ഞാൻ ഒരെണ്ണം എക്സ്ട്രാ പറഞ്ഞതാണ്. ഓക്കെ, ഫോക്കസ് ഏരിയയിലുള്ള മൂന്നാമത്തെ അൽഗോരിതം കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദ തേർഡ് അൽഗോരിതം ഈസ് taller or largest. 2 നമ്പറുകളിൽ ഏറ്റവും വലുത് അല്ലെങ്കിൽ ടോളസ്റ്റ്. ടോളസ്റ്റ് മീൻസ് ലാർജസ്റ്റ്. ഇനി അതുപോലെ പരീക്ഷയ്ക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ടോളസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ പരീക്ഷയ്ക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഷോർട്ടസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് എന്ന് ചോദിക്കാം. ഓക്കെ, രണ്ടും ഏതാണ്ട് ഒരേപോലെ, ചെറിയൊരു വ്യത്യാസം വരുള്ളൂ. ഞാൻ അൽഗോരിതം എഴുതുമ്പോൾ പറഞ്ഞു. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2, 2 നമ്പേഴ്സ് ഉണ്ടെങ്കിലേ നമുക്ക് ടോളസ്റ്റും പിന്നെ സ്മോളസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഇൻപുട്ട് നമ്പേഴ്സ് H1 H2. ഹൈറ്റ്, 2 ഹൈറ്റ് ആണെങ്കിൽ ടോളസ്റ്റ് ഹൈറ്റ് എന്നല്ല പറഞ്ഞത് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഹൈറ്റ് ആണെങ്കിൽ H1 H2 എന്ന് കൊടുക്കാം. നമുക്ക് പേരെന്തും കൊടുക്കാം, നിങ്ങൾ A B കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, A എന്നാണെങ്കിലും B എന്നാണെങ്കിലും കുഴപ്പമില്ല. സോ നമുക്ക് H1 ഉണ്ട്, H2 ഉണ്ട്, 2 ഹൈറ്റ്. ഇതിൽ ഏറ്റവും വലുതിനെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ അത് രണ്ടും വലുതാവാം. ചിലപ്പോൾ H1 ആയിരിക്കും വലുത്,
ചിലപ്പോൾ H2 ആയിരിക്കാം വലുത്. H1 ആണ് വലുതെങ്കിൽ നമുക്ക് അതിനുള്ള കമാൻഡ് ഇങ്ങനെ എഴുതാം, if H1 greater than H2 then. If H1 greater than H2 then print H1. അപ്പൊ H1 പ്രിന്റ് ചെയ്യാം. else നമ്മൾ C++ പഠിച്ചിട്ടുള്ളതാണ്, else print H2 അല്ലെങ്കിൽ H2 പ്രിന്റ് ചെയ്യാം. ഓക്കെ, H1 ആണ് വരുന്നതെങ്കിൽ H1 പ്രിന്റ് ചെയ്യാം, അതല്ലെങ്കിൽ H2 പ്രിന്റ് ചെയ്യാം. എൻഡ് ഓഫ് if സാധാരണ അൽഗോരിതം എഴുതുമ്പോൾ ഈഫിന്റെ അവസാനം സൂചിപ്പിക്കാൻ എൻഡ് ഓഫ് if എന്നൊരു പ്രസ്താവന കൂടി എഴുതും. then stop. അതെങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം H1 H2 ഇൻപുട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് H1 ആണ് H2 വലുതെങ്കിൽ H1 ഡിസ്പ്ലേ ചെയ്യും, അതല്ലെങ്കിൽ H2 ഡിസ്പ്ലേ ചെയ്യും, എന്നിട്ട് നേരെ പോകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, 3 അൽഗോരിതം എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, 2 ഉള്ളൂ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പറയുന്നത്, ഞാൻ ഒരെണ്ണം കൂടി എക്സ്ട്രാ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അൽഗോരിതം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏറ്റവും ആദ്യം ഇൻപുട്ടിനുള്ള നിർദ്ദേശങ്ങൾ വരും, രണ്ടാമത് പിന്നെ അതിന്റെ പ്രോസസ്സിന്റെ കാര്യങ്ങൾ ഉണ്ടാവും, ആൻഡ് ലാസ്റ്റ് അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവും. ഞാൻ തൊട്ടുമ്പ് പറഞ്ഞല്ലോ, ടോളർ ഓർ ലാർജസ്റ്റ് എന്നതിന് പകരം ചിലപ്പോൾ പരീക്ഷയ്ക്ക് സ്മോളസ്റ്റ് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ചോദിച്ചേക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റ വ്യത്യാസം വരുത്തേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ H1 ഗ്രേറ്റർ ദാൻ H2 എന്നാണല്ലോ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത് അല്ലെ. ഈ H1 ഗ്രേറ്റർ ദാൻ H2 എഴുതിയില്ലേ, ഇതിൽ മാത്രമേ മാറ്റം വരുള്ളൂ. H1 ഗ്രേറ്റർ ദാൻ H2 എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കുക, ഷോർട്ടസ്റ്റ് ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആക്കുന്ന സമയത്ത് ആ കണ്ടീഷൻ H1 ലെസ് ദാൻ H2 എന്നാക്കാം. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ എക്സാമിന് ചിലപ്പോൾ ഈ ഫോക്കസ് ഏരിയയിൽ ഇങ്ങനെ വന്നിട്ട് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഷോർട്ടസ്റ്റ് ചോദിച്ചേക്കാം. ഷോർട്ടസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, H1 ഗ്രേറ്റർ ദാൻ H2 എന്നുള്ള സ്ഥാനത്ത് എന്താക്കാം, H1 ലെസ് ദാൻ H2 ആക്കാം. എന്തിന്റെ അർത്ഥം, ഈ H1 ഗ്രേറ്റർ ദാൻ H2 എന്ന് എന്താ അർത്ഥം, H1 H2 വലുതാണെങ്കിൽ, അതാണ് മീനിങ്. അത് വലുതാണെങ്കിൽ H1 പ്രിന്റ് ചെയ്യുക, പ്രിന്റ് H1, എൽസ് അല്ലെങ്കിൽ പ്രിന്റ് H2, അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, എൻഡ് ഓഫ് if ഇവിടെ അവസാനിക്കുന്നു. If H1 greater than H2 then print H1. H1 H2 വലുതാണെങ്കിൽ H1 പ്രിന്റ് ചെയ്യുക, else അല്ലെങ്കിൽ പ്രിന്റ് H2 പ്രിന്റ് ചെയ്യുക, എൻഡ് ഓഫ് if അവിടെ അവസാനിക്കും. അതിന് ഈ ചെറുതാണ് ചോദിച്ചെങ്കിൽ if H1 greater than H2 എന്നുള്ളതിന് പകരം എന്ത് എഴുതണം, if H1 less than H2, H1 H2 ചെറുതാണെങ്കിൽ H1 പ്രിന്റ് ചെയ്യുക, അല്ല എങ്കിൽ H2 പ്രിന്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പൊ അൽഗോരിതത്തിന്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു, അൽഗോരിതം എഴുതുന്ന രൂപം പറഞ്ഞു. ഓക്കെ, അൽഗോരിതത്തിന്റെ സ്റ്റെപ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. Now we will see how to choose a best algorithm. ഒരു നല്ല അൽഗോരിതം എങ്ങനെ ചൂസ് ചെയ്യും. ഒരേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ചിലപ്പോൾ ഒരുപാട് അൽഗോരിതങ്ങൾ ഉണ്ടായിരുന്നു വരും. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാനുള്ള വഴികളുണ്ടാവും. അത്ര ഡീറ്റെയിലായിട്ട് പറയാനുള്ള ടൈമും കൊണ്ടില്ല, അത്ര ഡീറ്റെയിലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ചെറിയ പോയിന്റ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഒരു ബെസ്റ്റ് അൽഗോരിതം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക, നല്ല അൽഗോരിതം എങ്ങനെ എടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ മുമ്പിൽ 2 ചോയ്സ് കൊണ്ടുവന്നു. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ രണ്ട് ഫോൺ കൊടുക്കുന്നു നമ്മുടെ മുമ്പിൽ, 2 ഫോൺ. അതിനൊരു ഫോൺ ചൂസ് ചെയ്യാൻ പറഞ്ഞു, നല്ല ഫോൺ എടുത്തോളൂ. അപ്പൊ നമുക്ക് കുറെ ക്രൈറ്റീരിയസ് ഉണ്ടാവുമല്ലോ, നല്ലൊരു ഫോൺ തിരഞ്ഞെടുക്കാൻ കുറെ ക്രൈറ്റീരിയ ഉണ്ടാവും, അല്ലെങ്കിൽ നല്ലൊരു ഷർട്ട് തിരഞ്ഞെടുക്കാൻ കുറെ ക്രൈറ്റീരിയസ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ലൊരു പേൻ എടുക്കാൻ നല്ല ക്രൈറ്റീരിയസ് ഉണ്ടാവും. നമുക്ക് ചില കണ്ടീഷൻസ് നമുക്ക് ഉണ്ടാവും. അതുപോലെ ഒരു അൽഗോരിതം നല്ലത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതിന് 2 കണ്ടീഷൻസ് ആണ് നോക്കാം. ഒന്ന്, കൺസ്യൂമിങ് ലെസ് മെമ്മറി കുറച്ച് ഉപയോഗിക്കുന്ന അൽഗോരിതം. അതായത് വേരിയബിൾസിന്റെ എണ്ണൊക്കെ കുറഞ്ഞിട്ടുള്ള അൽഗോരിതങ്ങളായിരിക്കും കുറഞ്ഞ മെമ്മറി ഉപയോഗിക്കാം. ഓക്കെ, കൺസ്യൂമിങ് ലെസ് മെമ്മറി, കുറഞ്ഞ മെമ്മറി ഉപയോഗിക്കുന്ന അൽഗോരിതങ്ങൾ. ആൻഡ് നമ്പർ 2, മിനിമം ടൈം, ടേക്കിംഗ് മിനിമം ടൈം, കുറഞ്ഞ സമയം എടുക്കുന്ന അൽഗോരിതങ്ങൾ. അതായത് കുറഞ്ഞ ടൈം എടുക്കുന്ന ഏതാണെന്നറിയോ, സ്റ്റെപ്സ് കുറവായിരിക്കും. ഓക്കെ, സ്റ്റെപ്സ് കുറവായിട്ടുള്ള അൽഗോരിതങ്ങൾ. ഒരേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ 2 അൽഗോരിതങ്ങൾ കൊണ്ട് വെച്ചാൽ ഒരു അൽഗോരിതത്തിൽ ഒരു 10 സ്റ്റെപ്പ് ഉണ്ട്, അതേ കാര്യം സോൾവ് ചെയ്യാൻ വേറെ അൽഗോരിതം 8 സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ഏതാ നമ്മൾ നന്നായിട്ട് പറയാം, 10 സ്റ്റെപ്പ് ഉള്ളത് പറയും, 8 സ്റ്റെപ്പ് ഉള്ളത് പറയും. 10 സ്റ്റെപ്പ് ഉള്ളതാകുമ്പോൾ കൂടുതൽ ടൈം എടുക്കും അല്ലെ. നമ്മൾ അൽഗോരിതം നല്ലതായിട്ട് ഡിസൈഡ് ചെയ്യുന്ന എപ്പോഴാണ്, മിനിമം ടൈം എടുത്തിട്ടാണ്, മിനിമം ടൈം ഉള്ളത് നോക്കിയിട്ടാണ്. അപ്പൊ സ്റ്റെപ്സിന്റെ എണ്ണം കുറവുള്ള അൽഗോരിതം അപ്പൊ പ്രിഫർ ചെയ്യുക. അതുപോലെ ഒരു അൽഗോരിതം എടുത്തപ്പോൾ അതിനകത്ത് 100 വേരിയബിളും കാണാൻ, രണ്ടാമത്തെ അൽഗോരിതം എടുത്തപ്പോൾ ഒരു 70 വേരിയബിളിന്റെ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ ബെസ്റ്റ് ആയിട്ട് പറയേണ്ടത് ആ 70 വേരിയബിൾസ് ഉപയോഗിക്കുന്ന അൽഗോരിതം. അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മൾ അൽഗോരിതം അസസ് ചെയ്യാൻ ഉപയോഗിക്കുക. ഒന്ന്, അതിന് ചെലവഴിക്കപ്പെടാൻ പോകുന്ന മെമ്മറി. 2, അതിനെടുക്കാൻ പോകുന്ന സമയം. ഏറ്റവും മിനിമം ടൈമും ഏറ്റവും മിനിമം മെമ്മറിയും യൂസ് ചെയ്യുന്ന അൽഗോരിതങ്ങളാണ് നമ്മൾ സാധാരണ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇനി അൽഗോരിതത്തിന്റെ ചിത്രരൂപത്തിലാക്കാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ. അൽഗോരിതംസ് ക്യാൻ ബി
പിക്ചറൈസ് ചെയ്യാൻ പറ്റും, ചിത്രരൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. ഒരു അൽഗോരിതത്തിന്റെ ചിത്രത്തിന്റെ രൂപമാണ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് അൽഗോരിതം, പിക്ചോറിയൽ ഫോം ഓഫ് അൽഗോരിതം. അൽഗോരിതങ്ങളുടെ പിക്ചോറിയൽ ഫോം ആണ് ഫ്ലോ ചാർട്ട്. ഒരു അൽഗോരിതത്തിന്റെ ചിത്രരൂപമാണ് ഫ്ലോ ചാർട്ട്. പലപ്പോഴും പരീക്ഷയ്ക്ക് വൺവേർഡ് ചോദിക്കാറുണ്ട്, ഡാഷ് ഈസ് ദ പിക്ചോറിയൽ ഫോം ഓഫ് എൻ അൽഗോരിതം, ആൻസർ ഈസ് ഫ്ലോ ചാർട്ട്. അപ്പൊ ഫ്ലോ ചാർട്ടിൽ തീർച്ചയായിട്ടും കുറെ സിമ്പലുകൾ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, നിരവധി സിമ്പലുകൾ നമ്മൾ ഉപയോഗിക്കും. എന്തൊക്കെ സിമ്പിൾസ് ആണ് നമ്മൾ ഫ്ലോ ചാർട്ടിൽ ഉപയോഗിക്കുന്നത് നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെ ഡിഫറെന്റ് സിമ്പലുകളാണ് ഉപയോഗിക്കാനുള്ളത്? ഓക്കെ, നമ്പർ 1, വി മേ യൂസ് എ സിമ്പിൾ ലൈക്ക് ദിസ്. വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോളൂ, ഓവൽ സിമ്പിൾ ആണ് ഇത്. ഇങ്ങനെയാണ് വരയ്ക്കുക, കൈകൊണ്ട് വരയ്ക്കാൻ പഠിക്കുക കേട്ടോ. ഒന്നും കൂടി വരച്ച് കാണിക്കാം. ഇങ്ങനെയാണ് അത് വരയ്ക്കുക. ഓക്കെ, വരക്കുന്ന രീതി കണ്ടല്ലോ. അതുപോലെ ദിസ് സിമ്പിൾ ഈസ് കോൾഡ് ടെർമിനൽ. ഈ സിമ്പിളിനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ. ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സിമ്പിളുകളിൽ പെട്ട ഒരെണ്ണമാണ് ടെർമിനൽ. ഓക്കെ, എന്തിനാ ഉപയോഗിക്കണം നോക്കാം. ടു ഡിനോട്ട് സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ്. ഒരു ഫ്ലോ ചാർട്ട് അൽഗോരിതത്തിൽ സ്റ്റാർട്ടോ സ്റ്റോപ്പോ ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്പിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ടെർമിനൽ സിമ്പിൾ. അപ്പൊ ഒരു ഫ്ലോ ചാർട്ട് നമ്മുടെ കയ്യിലുണ്ട്. ആ ഫ്ലോ ചാർട്ടിൽ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ആണ് ഉണ്ടാവുക. അപ്പൊ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ ഡയഗ്രാം എന്ന് പറയുന്നത്, ആദ്യത്തെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ ടെർമിനൽ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ടെർമിനൽ സിമ്പിൾ വിൽ ബി ദ ഫസ്റ്റ് സിമ്പിൾ ഇൻ ദ ഫ്ലോ ചാർട്ട് ആൻഡ് ആൾസോ ദ ലാസ്റ്റ് സിമ്പിൾ. അവസാനത്തെ സിമ്പിൾ അത് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത് പാരലലോഗ്രാം ആണ്. എങ്ങനെയാണ് സിമ്പിൾ വരുന്നത് നമുക്ക് നോക്കാം. പാരലലോഗ്രാം, മലയാളത്തിൽ സാമാന്തരികം എന്ന് പറയും. ഓക്കെ, സാമാന്തരികം എന്ന് പറയും. കണ്ടിട്ടുണ്ടോ സംഭവം? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും. വരയ്ക്കാനാണെങ്കിൽ എന്താ വെച്ചാൽ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ട് വരയ്ക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ. എന്നിട്ട് കുറച്ച് താഴെ കുറച്ച് ഇടത്തോട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ തുടങ്ങിയിട്ട് കുറച്ച് മുമ്പ് അവസാനിപ്പിക്കുക. ഉണ്ടല്ലോ, പാരലോഗ്രാം വരയ്ക്കുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് കുറച്ച് താഴെ രണ്ടാമതൊരു സ്ട്രെയിറ്റ് ലൈൻ കുറച്ച് മുമ്പ് തുടങ്ങിയിട്ട് കുറച്ച് മുമ്പ് അവസാനിപ്പിക്കുക. ഈ എഡ്ജുകളെ തമ്മിൽ ഇതേപോലെ കണക്ട് ചെയ്യുക. ഈ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് പാരലലോഗ്രാം. ഓക്കെ, അത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇതാ രണ്ട് ലൈൻ ഒരേപോലെ തുടങ്ങി ഒരേപോലെ അവസാനിപ്പിച്ചിട്ട് ആ എഡ്ജുകൾ തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സിമ്പിളിന്റെ പേര് റെക്ടാങ്കിൾ എന്നാണ്. രണ്ടും വരയ്ക്കുന്ന ഒരേപോലെ തന്നെയാണ്. ഇത് താഴത്തെ റെക്ടാങ്കിൾ ആണ്, മുകളിലത്തത് പാരലലോഗ്രാം ആണ്. പാരലലോഗ്രാം ഉപയോഗിക്കുന്നത് നോക്കാം. പാരലലോഗ്രാം ഫ്ലോ ചാർട്ടുകളിൽ ഉപയോഗിക്കുന്നത് ഇൻപുട്ടിനെ അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ കാണിക്കാനാണ്. ഒരു അൽഗോരിതത്തിലെ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റുകൾക്ക് പകരം നമ്മൾ ഫ്ലോ ചാർട്ടിൽ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ് പാരലലോഗ്രാം. എന്നാൽ റെക്ടാങ്കിൾ ഉപയോഗിക്കുന്നത് പ്രോസസ് അല്ലെങ്കിൽ കാൽക്കുലേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോസസ് ഓർ കാൽക്കുലേഷൻ. അൽഗോരിതങ്ങളിൽ പ്രോസസ് ഉണ്ടാവും അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ഉണ്ടാവും. നമ്മൾ ബാക്കോട്ട് അൽഗോരിതങ്ങൾ എഴുതിയില്ലേ? ആ അൽഗോരിതങ്ങൾ എഴുതിയപ്പോൾ നേരത്തെ എഴുതിയ അൽഗോരിതം നമുക്ക് നോക്കാം. ഇവിടെ എഴുതിയൊരു അൽഗോരിതം ഉണ്ട്, കണ്ടോ? ഇതില് സ്റ്റാർട്ട് എന്നാണ് നമ്മുടെ ആദ്യത്തെ സിമ്പിൾ. കണ്ടല്ലോ, സ്റ്റാർട്ട് എന്നുള്ള സിമ്പിൾ ആണ് നമ്മുടെ ഫസ്റ്റ് സിമ്പിൾ. ഈ സ്റ്റാർട്ട് സിമ്പിളിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ പോകുന്ന സിമ്പിള് ഈ പറയുന്ന പാരലോഗ്രാം, ടെർമിനൽ ആണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഇൻപുട്ട് ആണ്. ആ ഇൻപുട്ടിനെ കാണിക്കാൻ നമ്മളൊരു ഫ്ലോ ചാർട്ടിൽ ഉപയോഗിക്കാൻ പോകുന്ന സിമ്പിള് പാരലലോഗ്രാം ആണ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് P=M×V. അതൊരു കാൽക്കുലേഷൻ ആണ്, പ്രോസസ് ആണ്. പ്രോസസ്സോ കാൽക്കുലേഷനോ വരുമ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കുക ഒരു റെക്ടാങ്കിൾ ആണ്. അടുത്ത ഡിസ്പ്ലേ ആണ്, ഡിസ്പ്ലേ P എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്. ഇൻപുട്ട് ആണെങ്കിലും ഔട്ട്പുട്ട് ആണെങ്കിലും സിമ്പിൾ ഒന്ന് തന്നെയാണ്. സിമ്പിൾ ഈസ് പാരലലോഗ്രാം. ഓക്കെ, അപ്പൊ അവിടെ കാണിക്കാൻ പോകുന്ന സിമ്പിൾ പാരലലോഗ്രാം ആണ്. ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ് ആണ്. സിമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതിനുപയോഗിക്കുന്ന സിമ്പിള് ടെർമിനൽ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഫ്ലോ ചാർട്ടിലുള്ള സിമ്പിൾസ് വരിക. അപ്പൊ നമ്മൾ ഇവിടെ വരച്ച ഫ്ലോ ചാർട്ടിലുള്ള സിമ്പിൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഫ്ലോ ചാർട്ടിന്റെ സിമ്പിൾസ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഫ്ലോ ചാർട്ട് ഇതല്ല, ഒന്നാമത്തെ ഫ്ലോ ചാർട്ട്. ഇത് രണ്ടാമത്തെ നമ്മൾ വരച്ച് കാണിച്ചത്. ഒന്നാമത്തെ ഫ്ലോ ചാർട്ട് നോക്കാം. അവിടെ കണ്ടോ, ഫസ്റ്റ് ഫ്ലോ ചാർട്ട്, സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. എന്തൊക്കെ സിമ്പിൾസ് ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞേ. സ്റ്റെപ്പ് 1 എന്ത് സിമ്പിൾ ഉപയോഗിക്കാം?
ശ്രദ്ധിക്കുന്നില്ലേ? സ്റ്റെപ്പ് 1 എന്ത് സിമ്പിളാ? റൗണ്ടഡ് ഷേപ്പ്. വേഗം വേഗം, സമയമില്ല. ടെർമിനൽ. സ്റ്റെപ്പ് 1 എന്ത് സിമ്പിളാ ഉപയോഗിക്കാം? സ്റ്റെപ്പ് എന്താണ്? സ്റ്റാർട്ട് അല്ലേ? ടെർമിനൽ. സ്റ്റാർട്ട് ആകുമ്പോ ഏതാ സിമ്പിള്? ടെർമിനൽ. സ്റ്റാർട്ട് ആകുമ്പോൾ ഉപയോഗിക്കുന്നത് ടെർമിനൽ. ഓക്കെ, ദ സിമ്പിൾ ഈസ് ടെർമിനൽ. ടെർമിനൽ ഉപയോഗിക്കാം. നമുക്ക് ടെർമിനൽ വരച്ച് വെക്കാം അവിടെ. രണ്ടാമത്തെ ഇൻപുട്ട് എ കോമ ബി കോമ സി, ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ നമുക്കൊരു പാരലോഗ്രാം വരയ്ക്കാം. ഇതിനെല്ലാം വരയ്ക്കട്ടെ, ഞാൻ ഇവിടെ തന്നെ ഈ സിമ്പിളോട് ജസ്റ്റ് കാണിച്ചേ ഉള്ളൂ. എസ് സി സിക്കളുടെ ബി പ്ലസ് എ പ്ലസ് ബി പ്ലസ് സിയും എ വി ജി സിക്കളുടെ എസ് ബൈ 3 രണ്ടും കാൽക്കുലേഷൻ ആണ്. അടുത്തടുത്ത രണ്ട് കാൽക്കുലേഷൻ ആയതുകൊണ്ട് രണ്ടിനും കൂടി ഒറ്റ റെക്ടാങ്കിൾ മതി. അടുത്തത് പ്രിന്റ് എ വി ജി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആ പ്രിന്റ് എ വി ജി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിന് ഒരു പാരലോഗ്രാം. ലാസ്റ്റ് വൺ സ്റ്റോപ്പ്, അതിനൊരു ടെർമിനൽ. ഇതാണ് ഫ്ലോ ചാർട്ടിന്റെ രീതി. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ഫ്ലോ ചാർട്ട് അൽഗോരിതം നോക്കാം. ഇതാണ് മൂന്നാമത്തെ അൽഗോരിതം. സ്റ്റാർട്ട് ഉണ്ട്, ഇൻപുട്ട് ഉണ്ട്, അതിനൊക്കെ സിമ്പിൾസ് നമുക്കറിയാം. സ്റ്റാർട്ടിനാണെങ്കിൽ ടെർമിനൽ ഉപയോഗിക്കും, ഇൻപുട്ടിനാണെങ്കിൽ പാരലോഗ്രാം ഉപയോഗിക്കും. ഈ പ്രിന്റ് എന്നുള്ളതിന് നമുക്ക് പാരലോഗ്രാം ഉപയോഗിക്കാം, ഈ പ്രിന്റിന് പാരലോഗ്രാം ഉപയോഗിക്കാം. സ്റ്റോപ്പിന് നമുക്ക് ടെർമിനൽ ഉപയോഗിക്കാം. ഇവിടെ വേറെ സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്, ഈഫ്. ഓക്കെ, ആ ഈഫിനെ പറയുന്ന പേരാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഈഫിനെ പറയുന്ന പേരാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. അങ്ങനത്തെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സിമ്പിൾ വേറെയാണ്. അതിനെ പരിചയപ്പെടുത്താൻ പോവാണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ എന്ത് സിമ്പിൾ ആണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സിമ്പിള് റോംബസ് ആണ്. ദ സിമ്പിൾ ഈസ് റോംബസ്. സിമ്പിളിന്റെ പേരാണ് റോംബസ്, അതർവൈസ് കോൾഡ് ഡയമണ്ട് ഓർ ഡിസിഷൻ. പല പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഡയമണ്ട് ഓർ ഡിസിഷൻ. സിമ്പിൾ ഇതാണ്, ഞാൻ വരയ്ക്കാം, ശ്രദ്ധിച്ചോളൂ. സിമ്പിൾ ഇതാണ് കേട്ടോ. നമ്മൾ പട്ടമൊക്കെ വരയ്ക്കുമ്പോൾ അതിന് കാലൊന്നും വേണ്ട, പട്ടൊക്കെ വരയ്ക്കുന്ന സമയത്തുള്ള പോലത്തെ ഒരു സിമ്പിളാണ് റോംബസ് സിമ്പിൾ. ഓക്കെ, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ചില ലെഗുകളൊക്കെ വരാണ്ട്, അത് ഞാൻ ആ ഉപയോഗിക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഓക്കെ, റോംബസ് സിമ്പിൾ. ഇനി നെക്സ്റ്റ് നമ്മൾ ആരോ മാർക്കുകൾ ഉപയോഗിക്കും. ആരോസ്, 4 ഡയറക്ഷനിലുള്ള ആരോസ് യൂസ് ചെയ്യും. ഫ്ലോചാർട്ട് വരയ്ക്കുന്ന സമയത്ത് 4 ഡയറക്ഷനിലുള്ള ആരോസ് യൂസ് ചെയ്യും. ഓക്കെ, 4 ഡയറക്ഷൻ. ഏതൊക്കെ 4 ഡയറക്ഷന്? റൈറ്റ്, ലെഫ്റ്റ്, ഡൗൺ, അപ്പ്. 4 ഡയറക്ഷനിലുള്ള ആരോസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സർക്കിൾ ഉപയോഗിക്കാറുണ്ട്. സർക്കിൾ, ഇതൊക്കെ വലിയ വലിയ അൽഗോരിതം ഫ്ലോചാർട്ടിലൊക്കെയാണ് സർക്കിളൊക്കെ വേണ്ടിയിട്ടുള്ളൂ. സർക്കിൾ ഈസ് യൂസ്ഡ് ആസ് കണക്ടർ. സർക്കിൾ ഉപയോഗിക്കുന്നത് കണക്ടർ ആയിട്ടാണ്. നമുക്ക് സിമ്പിളിൽ ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടാം. എന്തൊക്കെ സിമ്പിൾ ആണ് ഒരു ഫ്ലോ ചാർട്ടിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഏറ്റവും ആദ്യം പറഞ്ഞ സിമ്പിൾ ആണ് ടെർമിനൽ സിമ്പിൾ. ഓക്കെ, ടെർമിനൽ സിമ്പിൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ടു ഡിനോട്ട് സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ്. സ്റ്റാർട്ടിനെയോ സ്റ്റോപ്പിനെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ് ടെർമിനൽ സിമ്പിൾ. ഓക്കെ, രണ്ടാമത്തെ സിമ്പിൾ ആണ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന പാരലലോഗ്രാം. മൂന്നാമത്തെ സിമ്പിൾ ആണ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന റെക്ടാങ്കിൾ. ഓക്കെ, മൂന്നാമത്തെ സിമ്പിൾ ആണ് റെക്ടാങ്കിൾ. ദെൻ ഫോർത്ത് സിമ്പിൾ ആണ് ഡിസിഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോംബസ്. റോംബസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ഡിസിഷൻസ്. ഓക്കെ, റോംബസ് സിമ്പിൾ. ദെൻ ആരോ മാർക്കുകൾ ഉപയോഗിക്കുക. അഞ്ചാമത്തെ പറയുന്ന ആരോ മാർക്കാണ് ഫ്ലോ ആരോസ് ഓർ ആരോ മാർക്സ്. 4 ഡയറക്ഷൻസിലുള്ള ആരോ മാർക്കുകൾ നമ്മൾ അൽഗോരിതങ്ങളിൽ ഫ്ലോ ചാർട്ടുകളിൽ ഉപയോഗിക്കാറുണ്ട്. ദെൻ അവസാനത്തത് സർക്കിൾ ആണ്. സർക്കിൾ ഈസ് യൂസ്ഡ് ആസ് കണക്ടർ. ഓക്കെ, സർക്കിൾ ഉപയോഗിക്കുന്നത് കണക്ടർ ആയിട്ടാണ്. പിന്നെ നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് വരച്ചു നോക്കാം. നമ്മൾ ഏറ്റവും ആദ്യം കണ്ടിട്ടുള്ള പ്രോബ്ലത്തിന്റെ ഫ്ലോ ചാർട്ട് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ അൽഗോരിതമാണ് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. ഓക്കെ, അതിന്റെ ഫ്ലോ ചാർട്ട് ഒന്ന് വരയ്ക്കാം. അപ്പൊ അതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നമുക്കറിയാം സ്റ്റാർട്ട് ആണ്. ഇപ്പൊ ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ഒരു ഓവൽ സിമ്പിൾ ഒന്ന് ടെർമിനൽ വരച്ചിട്ട് അതിന്റെ ഉള്ളില് സ്റ്റാർട്ട് എന്ന് എഴുതാം. ഒരു ടെർമിനൽ വരയ്ക്കാം, അതിനുള്ളിൽ സ്റ്റാർട്ട് എന്നുള്ള സിമ്പിൾ എഴുതാം. രണ്ടാമത്തെ ഇൻപുട്ട് എ കോമ ബി കോമ സി ആണ്. അപ്പൊ ഒരു പാരലലോഗ്രാം വരയ്ക്കുക,
പാരലോഗ്രാം വരച്ചിട്ട് അതിന്റെ ഉള്ളില് ആ പറയുന്ന സാധനം അതുപോലെ എഴുതുക. ഇൻപുട്ട് എ കോമ ബി കോമ സി എന്ന് എഴുതുക. ഇതിനെ ഇതുമായിട്ട് ആരോ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. ഇതിന്റെ മീനിങ് സ്റ്റാർട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇൻപുട്ട് എ കോമ ബി കോമ സി ആണ് എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റാർട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എ കോമ ബി കോമ സി ആണ് എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ദെൻ പ്രിന്റ് എ ബി സി കഴിഞ്ഞ അടുത്തത് രണ്ട് കാൽക്കുലേഷൻസ് ആണ്. എസ് സി സിക്ഡ് എ പ്ലസ് ബി പ്ലസ് സി, അതുപോലെ എ വി ജി സിക്ഡ് എസ് ബൈ 3. അപ്പൊ നമ്മൾ ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. കാൽക്കുലേഷൻസിന് റെക്ടാംഗിൾ ആണ് ആവശ്യം. ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. ആ റെക്ടാംഗിളില് രണ്ടെണ്ണം അടുത്തടുത്ത് ഒരേ സാധനങ്ങളാകുമ്പോൾ ഒറ്റ ബോക്സ് വരച്ചാൽ മതി. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, എ വി ജി ഈസ് ഈക്വൽ ടു എസ് ബൈ 3. അൽഗോരിതം നോക്കിയിട്ടാണ്ട് എഴുതേണ്ട കാര്യമുള്ളൂ. ചിലപ്പോഴൊക്കെ അങ്ങനെ പരീക്ഷയ്ക്ക് ചെയ്യാറുണ്ട്. അൽഗോരിതം തന്നിട്ട് ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ വേണ്ടി പറയാറുണ്ട്. ഓക്കെ, ദെൻ തേർഡ്, ഇനി എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, എ വി ജി ഈസ് ഈക്വൽ ടു എസ് ബൈ 3. റൈറ്റ്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ആ റിസൾട്ട് ഒന്ന് പ്രിന്റ് ചെയ്യണം. അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാരലോഗ്രാം ഉപയോഗിക്കാം. ആ പാരലോഗ്രാമില് പ്രിന്റ് എസ് കോമ എ വി ജി, പ്രിന്റ് എസ് കോമ എ വി ജി ഇതിനെ ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇനി അവസാനത്തെ ഒരു സിമ്പിൾ കൂടി നമുക്ക് വേണം. ഒരു സോറി, ഇവിടെ സ്ഥലം ചേർത്തൊന്ന് ഞാൻ പുറത്തേക്ക് വരച്ച് കാണിക്കാം. ഒരു ടെർമിനലും കൂടി വേണം. ആ ടെർമിനലിന്റെ അവിടെ ഉള്ളിൽ സ്റ്റോപ്പ് എന്ന് എഴുതുക. ഇതിനെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ സ്ഥലം ചേർത്തൊന്ന് പുറത്തേക്ക് എഴുതിയത്. സാധാരണ ഇങ്ങനത്തെ അവസരത്തിലാണ് കണക്ടർ ഉപയോഗിക്കുക. ഇതുപോലത്തെ അവസരത്തിലാണ് ശരിക്കും കണക്ടർ ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ സാധാരണ ഇതിന് കണക്ടറിന്റെ ആവശ്യമൊന്നുമില്ല. കണക്ടർ ഉപയോഗിക്കുന്ന ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു കണക്ടർ എടുത്തിട്ട് 1 എന്ന് എഴുതും. എന്നിട്ട് ഇവിടെ വീണ്ടും ആ കണക്ടർ എടുത്ത് അതേ ലേബൽ ഉപയോഗിക്കും. വന്നിട്ട് അതേ ലേബൽ ഉപയോഗിക്കും. ഇങ്ങനെയാണ് ഒരു പേജിൽ ഒതുങ്ങാത്ത ഫ്ലോ ചാർട്ടുകൾ വരയ്ക്കുമ്പോഴാണ് സാധാരണ കണക്ടേഴ്സ് ഉപയോഗിക്കുക. ഓക്കെ, ഇതൊരു കണക്ടറിനും കൂടി ഉള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് കണക്ടർ, പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ കണക്ടറിന് വരയ്ക്കേണ്ട, ഒരു പേജിൽ തികയുന്ന വിധത്തിൽ വരച്ചാൽ മതി. കണക്ടറൊക്കെ വരച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, ഇനി അടുത്ത ഒരു ഫ്ലോ ചാർട്ടും കൂടി നമുക്കൊന്ന് നോക്കാം. ഈ ഫ്ലോ ചാർട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് വലിയ ഫ്ലോ ചാർട്ട് ആവുന്നതുകൊണ്ട് ഞാൻ വിലങ്ങിനാണ് വരയ്ക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഫോൺ അനുസരിച്ച് പിടിച്ചാൽ മതിയേ. നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലം ഉണ്ടല്ലോ, അതായത് രണ്ടാമത്തെ നിങ്ങൾ വീട്ടിൽ നിന്ന് വരച്ചോളൂ, കുഴപ്പമില്ല. മൂന്നാമത്തെ പ്രോബ്ലം, അതായത് അൽഗോരിതം ടു ഫൈൻഡ് ടോളർ. ഓക്കെ, ഏറ്റവും വലുത് കണ്ടെത്താനുള്ള അൽഗോരിതം. അതിന്റെ ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ആണ്. അപ്പൊ നമ്മളൊരു ടെർമിനൽ സിമ്പിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ട്. രണ്ടാമത്തത് ഇൻപുട്ട് H1 ആൻഡ് H2 ആണ്. അപ്പൊ അതിന് നിങ്ങളൊരു പാരലോഗ്രാം വരയ്ക്കുക. പാരലോഗ്രാം വരച്ചിട്ട് അതിൻ്റെ ഉള്ളില് ഇൻപുട്ട് H1 കോമ H2 എന്ന് എഴുതുക. ഇൻപുട്ട് H1 കോമ H2 ഇതിന് നേരെ ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഡിസിഷൻ മേക്കിംഗ് ആണ്. നമുക്കത് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഡിസിഷൻ മേക്കിംഗ് ആണ്. ഈഫ് ആണ്. ഈഫ് ആകുമ്പോൾ നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള റോംബസ് സിമ്പിൾ വരയ്ക്കുക. റോംബസ് സിമ്പിൾ വരച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്ത് ആ കണ്ടീഷൻ മാത്രം ഇതിനുള്ളിൽ എഴുതുക. ഈഫ് H1 ഗ്രേറ്റർ ദാൻ H2. ഇതൊന്നും എഴുതണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈഫ് H1 ഗ്രേറ്റർ ദാൻ H2 അത് മാത്രം എഴുതാം. ഓക്കെ, അത് മാത്രം എഴുതിയിട്ട് if H1 ഗ്രേറ്റർ ദാൻ H2 എന്നുള്ളത് മാത്രം എഴുതാം. if H1 ഗ്രേറ്റർ ദാൻ H2 അത് മാത്രം എഴുതി നിങ്ങൾ അടുത്ത സ്റ്റെപ്പില് H1 ഗ്രേറ്റർ ദാൻ H2 മാത്രം എഴുതാം. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതാൻ നോക്കാം. രണ്ട് സ്റ്റേജ് ആണ് ഉള്ളത്. ഒന്ന് H1 ഗ്രേറ്റർ ദാൻ H2 ആണെങ്കിൽ H1 പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ H2 പ്രിന്റ് ചെയ്യണം. അപ്പൊ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഈ രണ്ട് ലെഗ് അങ്ങോട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഒന്നിങ്ങനെ ഒന്നിങ്ങനെ രണ്ട് പാത്ത് കൊടുക്കും. എന്നിട്ട് ഇവിടെ ഒരു ഭാഗത്ത് നമ്മൾ എഴുതും യെസ്, ഒരു ഭാഗത്ത് നമ്മൾ എഴുതും നോ. യെസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? H1 H2 വലുതാണെങ്കിൽ എന്ത് ചെയ്യണം? അത് ഈ ഡയറക്ഷനിലാണ് വരേണ്ടത്. ഓക്കെ, ഈ ഡയറക്ഷനിലാണ് വരേണ്ടത്. ഇനി അത് അങ്ങനെ വലുതല്ല എങ്കിൽ അത് ഈ ഡയറക്ഷനിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ H1 H2 വലുതാണെങ്കിൽ നമ്മൾ H1 പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ ഒരു പാരലോഗ്രാം വരച്ചിട്ട് അതിനുള്ളിൽ പ്രിന്റ് H1, അതേപോലെ ഇപ്പുറത്ത് ഒരു പാരലോഗ്രാം വരച്ചിട്ട് ഇപ്പുറത്തൊരു പാരലോഗ്രാം വരച്ചിട്ട് അതിനുള്ളിൽ പ്രിന്റ്
H2. ഓക്കെ, പ്രിന്റ് H1, പ്രിന്റ് H2. ഇനി രണ്ടാമത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോ സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ട് ഇതിനെ ഇങ്ങോട്ടും കണക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു അൽഗോരിതം ഈ ഒരു ഫ്ലോ ചാർട്ട് ആണ് കുറച്ചുകൂടി കൺഫ്യൂസിംഗ് ആയിട്ട് ഉണ്ടാവുക, ഈ ഒരു പിന്നെ ഡിസിഷൻ മേക്കിങ്ങിന്റെ സിമ്പിൾ ഉള്ളത് കൊണ്ട്. ഓക്കെ, നൗ ലെറ്റ് us see the advantages of ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിന്റെ ഗുണങ്ങളും ദോഷങ്ങളും രണ്ടും എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം, എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് എഴുതുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒരാളോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. ഓക്കെ, ഇഫക്റ്റീവ് അനാലിസിസ്. അൽഗോരിതങ്ങളെ അനലൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. 4 പോയിന്റ് ആണ് ജസ്റ്റ് പഠിച്ചു വെക്കുക. ഇഫക്റ്റീവ് സിന്തസിസ്. വലിയ പ്രോഗ്രാമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ സബ് ഡിവൈഡ് ചെയ്തിട്ട്, നമ്മുടെ മോഡുലർ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചില്ലേ, സബ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ചെറിയ പ്രോഗ്രാമിനുള്ള അൽഗോരിതങ്ങളും ഫ്ലോ ചാർട്ടിലും വേറെ വേറെ തയ്യാറാക്കുകയും അവസാനം അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു ബിഗ് പ്രൊജക്റ്റ് ആയിട്ട് കാണിക്കുകയും ചെയ്യാം. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ അൽഗോരിതങ്ങൾ ഫ്ലോ ചാർട്ടുകൾ വരച്ചതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വലിയൊരു ഫ്ലോ ചാർട്ട് ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഇഫക്റ്റീവ് സിന്തസിസ്. ദെൻ എഫിഷ്യന്റ് കോഡിംഗ്. നാലാമത്താണ് എഫിഷ്യന്റ് കോഡിംഗ്. ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് കോഡുകൾ തയ്യാറാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഫ്ലോ ചാർട്ടുകൾ. ഓക്കെ, പിന്നെ എന്റെ പരിമിതികൾ എന്തൊക്കെ വെച്ചാല്, ഞാൻ ഇനി ഒരു ഇതിലൊരു നോട്ട് ഓപ്പൺ ചെയ്യാൻ വയ്യ, 20 സ്ലൈഡ് ആയിട്ടുണ്ട്. ഫ്ലോ ചാർട്ടിന്റെ പരിമിതികൾ എന്തൊക്കെ വെച്ചാൽ, ഒന്ന് ടൈം കൺസ്യൂമിംഗ് ആണ് ആൻഡ് ലേബറസ്. ഒരുപാട് അധ്വാനമുള്ള ഒരു ജോലിയാണ്. എന്റെ PDF തരാട്ടോ. ഒരുപാട് അധ്വാനമുള്ള ഒരു ജോലിയാണ്. ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒന്ന് അതാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് അധ്വാനമുള്ള ജോലിയാണ്, ടൈം കൺസ്യൂമിംഗ് ആൻഡ് ലേബറസ്. ദെൻ ചേഞ്ച് ഇൻ ലോജിക് നീഡ്സ് ദ ന്യൂ ഫ്ലോ ചാർട്ട്. നമ്മുടെ ലോജിക്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഫ്ലോ ചാർട്ട് മുഴുവൻ മാറ്റി വരയ്ക്കേണ്ടി വരും. ഓക്കെ, അൽഗോരിതത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഫ്ലോ ചാർട്ട് മുഴുവനായിട്ട് മാറ്റി വരയ്ക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ ഇതിന് പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ്സ് ഒന്നും വരയ്ക്കുന്നതിന്, സിമ്പിൾസിന് യൂസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ചെയ്യാത്തതുകൊണ്ട് ഉള്ള ചെറിയ ചെറിയ പ്രയാസങ്ങൾ അത് വേറെയും ഇതിനകത്തുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫ്ലോ ചാർട്ടിന്റെ പ്രയാസങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന്, ടൈം കൺസ്യൂമിംഗ് ആൻഡ് ലേബോറിയസ്. 2, ചേഞ്ച് ഇൻ ലോജിക് നീഡ്സ് എ ന്യൂ ഫ്ലോ ചാർട്ട്. അൽഗോരിതം മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഫ്ലോ ചാർട്ടും കൂടി നമ്മൾ മാറ്റേണ്ടതായ ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ ദർ ഇസ് നോ സ്റ്റാൻഡേർഡ് ഇൻ ഡ്രോയിങ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിൽ വരയ്ക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡേർഡും ഇന്ന് നിലവിലില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് പറയാനുള്ളത്. ഇനി 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അല്ല, 1-2 കാര്യങ്ങൾ വേറെ നിങ്ങളോട് സംസാരിക്കേണ്ട, അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.